ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിലി വെയറായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൺ കുർത്തി ചെയ്യാം. അപ്പോൾ ഇവിടെ 3 മീറ്റർ വരുന്ന നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലൈനിങ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തുണിയിൽ ഫ്ലവർ ഡിസൈനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ തിരിഞ്ഞ് വരും കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തിരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ മുകളിലേക്ക് ഫ്ലവർ ഡിസൈൻ വരുന്ന പോലെയാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീതിയിൽ 2ആക്കി മടക്കിയ ശേഷം നമുക്ക് എത്ര ലെങ്ത് വേണമോ ആ ഒരു ലെങ്ത് അനുസരിച്ച് 2 പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത് സീം അലവൻസും കൂടി ചേർത്ത് 45 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിനുശേഷം നമുക്ക് അടുത്ത പീസും 45 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് സ്ലീവിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിന് മുകളിലായി ലൈനിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്തിനേക്കാളും ലെങ്ത് കുറഞ്ഞിട്ട് വേണം ലൈനിങ് ഉണ്ടാവാൻ വേണ്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പീസിലാണ് മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പീസ് മാത്രമാണ് കേട്ടോ ഈ ഇട്ടിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ഹാഫ് വിഡ്ത്താണ് ഇവിടെ 6.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ലെങ്തും 6.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ 4 ഭാഗമാണ് കേട്ടോ പ്ലസ് സീം അലവൻസ് ആണ് 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളിന് വേണ്ടി കൊടുക്കാം. ആം ഹോള് ബാക്കാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ആം ഹോള് 1.5 ഇഞ്ച് കോർണറിൽ നിന്നും മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ആം ഹോൾ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ സാധാരണ കുർത്തിയിൽ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് സ്ലിറ്റ് വരുന്നൊരു ചുരിദാറാണേ. അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ പോർഷൻ 14 ഇഞ്ച് മുകളിൽ നിന്നും മാർക്ക് ചെയ്ത് ഷേപ്പിൻ്റെ ഭാഗത്തെ വിഡ്ത്ത് ഇവിടെ 11.5 ഇഞ്ചാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ ഒരു വിഡ്ത്ത് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇനി അതിനുശേഷം നമുക്ക് സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ പോർഷൻ എടുക്കുന്നത് മുകളിൽ നിന്നും 20.5 ഇഞ്ചിലാണേ. അപ്പോൾ ഹൈറ്റ് അനുസരിച്ച് സ്ലിറ്റിൻ്റെ പോർഷനെല്ലാം മാറും. അപ്പോൾ അത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനിലുള്ള വിഡ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ സ്ലിറ്റിൻ്റെ പോർഷനിൽ ഇവിടെ നമുക്ക് 44 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 4 ഭാഗം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഫോൾഡ് ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12 ഇഞ്ചാണ് കേട്ടോ സ്ലിറ്റിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ ഭാഗത്ത് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലിറ്റിൻ്റെ പോർഷനിൽ 12 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ 1 ഇഞ്ചും കൂടി കൂട്ടി 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ പോർഷൻ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ചെറിയ വളവ് വരും. അപ്പോൾ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കി എടുക്കാം. ഇനി താഴെ ഭാഗത്ത് 1 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റഡ് പോർഷനാണ് ഈ ഒരു കർവ് കൊടുക്കേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്കിതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കി പോയിൻറ്റ്സ് എല്ലാം തന്നെ ജോയിൻ ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ വെച്ച് ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് ഒരു പീസ് മാത്രം ഇതുപോലെ മടക്കിയിട്ട ശേഷം ഈ ഒരു ബാക്ക് പോർഷൻ്റെ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ്. ലൈനിങ്ങും മെയിൻ പീസും ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ നമുക്ക് ഒരു 1.5 ഇഞ്ചോളം ഇതുപോലെ ഒരു ഫോൾഡിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. സൈഡ് സ്ലിറ്റുമാണ്, ഫ്രണ്ട് ഓപ്പണും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ ഫോൾഡ് ചെയ്യാൻ വേണ്ടത് അത്രയും നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് മാർക്കിംഗ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് താഴെ അറ്റം വരെയും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബാക്ക് പീസില്ലേ, ബാക്ക് പീസിൻ്റെ നല്ല തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തുണി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത പോർഷന് അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടി. കാരണം നമുക്ക് ബാക്കി പോർഷൻ ഫോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് എങ്ങനെയാണോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം.
അപ്പം ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഏതാണോ പോർഷൻസ് മടക്കി അടിക്കേണ്ടത് അവിടെ ദേ ജസ്റ്റ് ഒന്ന് കട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആം ഹോള് നമുക്ക് 6.25 ഇഞ്ചായിരുന്നു ലെങ്ത് എടുത്തിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് 1 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോളായി കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. അത് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു രീതിയിൽ വേണം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്കും ബാക്ക് പോർഷൻ്റെ നെക്കും പിന്നീടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്ന സമയം കാണിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ലീവാണ്. അപ്പോൾ സ്ലീവിന് വേണ്ടി ഇതുപോലെ ആ ഒരു പീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ലീവിന് നമുക്ക് വിഡ്ത്ത് കുറഞ്ഞ തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ തിരിഞ്ഞു വരാത്ത രീതിയിൽ 2 പീസ് 2 സൈഡിലും ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലാണ് നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 3/4 സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിന് വേണ്ടി ആദ്യം ദേ 2ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി വീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിനും വേണ്ടി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ വിഡ്ത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി താഴത്തേക്ക് നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള പോർഷനില്ലേ അവിടെ ഞാൻ 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ദേ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ബാക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ബാക്ക് സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 9.5 ഇഞ്ചാണ് ടോം റൗണ്ട് വരുന്നത്. അപ്പോൾ അത് എവിടെയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് ബാക്കി നമുക്ക് സീം എലമെൻറ്റ്സ് ആക്കി ഇട്ട് കൊടുക്കണം. ഇനി സ്ലീവിൻ്റെ ഇറക്കമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം 17 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം താഴത്തെ വിഡ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ 3/4 സ്ലീവിൻ്റെ ബാക്ക് സ്ലീവാണ് കേട്ടോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സ്ലീവ്. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബാക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ 2 ചീത്തവശങ്ങളാണ് ഉള്ളിലേക്കുള്ളത്. അപ്പോൾ ഈ 2 പീസിൽ മാത്രം ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. ശേഷം നമുക്കൊരു കട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം ഫ്രണ്ട് സ്ലീവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫ്രണ്ട് പാർട്ട് 2 നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വരുന്നതുകൊണ്ട് തന്നെ ലൈനിങ്ങും മെയിൻ പീസും നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ ഞാനിവിടെ ലൈനിങ്ങും മെയിൻ പീസും ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ അതിൻ്റെ താഴെ വശം ഡബിൾ ഫോൾഡ് ചെയ്ത് ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് മെയിൻ പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ താഴെ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പീസ് നമുക്കിതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ലൈനിങ് അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് എല്ലാ വശവും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മടക്കി അടിക്കേണ്ട ഭാഗത്ത് ഇവിടെ ഒരു കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കട്ട്സ് ഇതുപോലെ വരുന്ന രീതിയിൽ 2 ഭാഗവും മടക്കി അടിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് ലൈനിങ്ങുമായിട്ട് എല്ലാ വശവും ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ആദ്യം ഒരു ഫോൾഡ് ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് നമുക്ക് ആ ഒരു അരികുവശത്ത് കൂടി വെച്ചിട്ട് വേണം ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ചുളിവുകൾ വരാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത പീസും നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 2 പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എത്ര പോയിൻ്റ് വരെ ഓപ്പൺ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് 13 ഇഞ്ച് വരെയാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഓപ്പൺ കൊടുക്കാൻ താല്പര്യം അതുപോലെ ഓപ്പൺ ചെയ്യാം. ബാക്കി പോർഷൻസ് ക്ലോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ മുകളിൽ നിന്നും ഏകദേശം 31 ഇഞ്ച് വരെയാണ് ക്ലോസ് ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ ഒന്നിന് മേളിൽ വെച്ച് ക്ലോസ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് താഴത്തേക്ക് ഇത്രയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്പൺ വേണോ അത്രയും നമുക്ക് ഓപ്പൺ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3.25 ഇഞ്ച് വിട്ടും 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്തും എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ ഇതിന് മുന്നേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ മിഡിൽ ഭാഗത്താക്കി വെച്ച് കൊടുത്ത ശേഷം 2 സൈഡും പിൻ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നെക്ക് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസും 3.25 ഇഞ്ച് വിട്ടും 5 ഇഞ്ചുമാണ് കേട്ടോ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ എവിടെയാണോ വരുന്നത് അത് നോക്കി വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് ഇതിൻ്റെ സൈഡ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു ആം ഹോൾ മാർക്ക് ചെയ്ത ശേഷം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൂടി മാർക്ക് ചെയ്ത് നമുക്ക് സൈഡ് ഫിറ്റിങ് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ കൊടുത്ത പോലെ തന്നെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം സൈഡ് സ്ലിറ്റ് വരുന്ന പോർഷൻ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. സ്ലിറ്റ് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് ഫോൾഡ് ചെയ്യാൻ കൊടുത്ത ശേഷം ബാക്കി ഇതുപോലെ മെഷർ ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ പോർഷനും ഈ ഒരു രീതിയിൽ തന്നെ കേട്ടോ മെഷർമെൻറ്റ്സ് കൊടുത്ത ശേഷം മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 സൈഡും സ്ലിറ്റിൻ്റെ പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ വിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ, ഫോൾഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് 1/2 ഇഞ്ച് വീതം 2 വട്ടം ഉള്ളിലേക്ക് മടക്കി ഇത് ഈ ഒരു രീതിയിൽ വേണം സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ഇതുപോലെ തിരിച്ച് അടുത്ത ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് സ്ലിറ്റ് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് അടുത്ത സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. സൈഡ് വരുന്ന പോർഷൻ 2 സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലിറ്റ് ക്ലോസ് ചെയ്തെടുത്തില്ലേ ആ ഒരു പോർഷനിൽ ബട്ടൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫാൻസി ബട്ടൺസോ ഏത് ടൈപ്പ് ബട്ടൺ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ ഉള്ള ഷർട്ടിലൊക്കെ പിടിപ്പിക്കും പോലുള്ള ബട്ടനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് കളർ ബട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പേസ് വിട്ടിട്ട് കൊടുക്കണം എന്നുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്ന പോർഷനില്ലേ അവിടെയും നമുക്കിതുപോലെ ഒന്ന് ഈ ഒരു ബട്ടൺ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുർത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റി പീസാണെന്ന് പറയത്തേ ഇല്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ലൈനിങ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല ലാസ്റ്റും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്